3 സെൻറ്റിൽ താഴെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് 2 സൈഡോ 3 സൈഡോ വഴിയുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കൺസ്ട്രക്ഷനായിട്ട് കിട്ടുന്നുള്ളൂ. അതുപോലെ 5 സെൻറ്റ് പ്രോപ്പർട്ടിയാണ് 2 സൈഡോ 3 സൈഡോ വഴിയുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രോപ്പർട്ടികളാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം വഴിയുള്ള പ്രോപ്പർട്ടിയാണ് ഏറ്റവും നല്ലത്. പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും വാസ്തുവിലേക്ക് വീണ്ടും സ്വാഗതം. ഗൃഹ നിർമ്മാണത്തിനായി പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പരമ്പരയുടെ ഭാഗമായി പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പ്രധാനമായും നമ്മൾ പ്രോപ്പർട്ടി കാണുമ്പോൾ പ്രോപ്പർട്ടിയിലുള്ള വഴി, അതായത് പലപ്പോഴും പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ഒരു വഴി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ചില പ്രോപ്പർട്ടികളിൽ 2 വഴി, ഒരു സൈഡിലും ഫ്രണ്ടിലും ഉണ്ടായിരിക്കാം. അതുപോലെ ബാക്കിലും ഫ്രണ്ടിലും വഴി ഉണ്ടായിരിക്കാം. അത് ചില പ്രോപ്പർട്ടികളിൽ 3 ഭാഗത്തും വഴിയുള്ള പ്രോപ്പർട്ടികളും ഉണ്ടായിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം എന്നത് വഴി കൂടുതലുള്ളത് വളരെ നല്ലതല്ലേ എന്നാണ് പലരുടെയും അഭിപ്രായം വരിക. അത് നല്ലത് തന്നെയാണ്, ഞാനതിനോട് യോജിക്കുന്നു. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെറിയ പ്രോപ്പർട്ടികളാണ് വാങ്ങിക്കുന്നതെങ്കിൽ, അതായത് ഒരു 5 സെൻറ്റിൽ താഴെയുള്ള പ്രോപ്പർട്ടികളാണ് വാങ്ങിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 സെൻറ്റ് താഴെയുള്ള പ്രോപ്പർട്ടികളാണ് വാങ്ങിക്കുന്നതെങ്കിൽ 2 ഭാഗത്ത് വഴി വരികയാണെങ്കിൽ 2 ഭാഗത്തും ഗവൺമെൻറ് ക്ലിയറൻസ്, അതായത് സെറ്റ് ബാക്ക് കൊടുക്കേണ്ടി വരും. 2 ഭാഗവും ഫ്രണ്ടായി കണക്കാക്കുകയും, അതായത് വഴിയുള്ള ഭാഗങ്ങൾ ഫ്രണ്ടായിട്ട് കണക്കാക്കുകയും അവിടെ നിന്ന് സാധാരണ 3 സെൻറ്റിൽ കൂടുതൽ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ 3 മീറ്റർ വീതം വിടുകയും, 3 സെൻറ്റിൽ താഴെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ 2.4 മീറ്റർ വീതം വിടുകയും ചെയ്യാം. 3 സെൻറ്റിൽ താഴെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് 2 സൈഡോ 3 സൈഡോ വഴിയുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കൺസ്ട്രക്ഷനായിട്ട് കിട്ടുന്നുള്ളൂ. അതുപോലെ 5 സെൻറ്റ് പ്രോപ്പർട്ടിയാണ് 2 സൈഡോ 3 സൈഡോ വഴിയുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രോപ്പർട്ടികളാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം വഴിയുള്ള പ്രോപ്പർട്ടിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർട്ടിയുടെ വീതി, അതായത് പ്രോപ്പർട്ടിക്ക് എത്ര ഫ്രണ്ടേജ് ഉണ്ട് എന്നുള്ള കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വലിയ പ്രോപ്പർട്ടികളാണെങ്കിൽ നമുക്ക് അത് അത്രയധികം ബാധകമല്ല. പക്ഷേ ചെറിയ പ്രോപ്പർട്ടികളാണെങ്കിൽ നമുക്ക് മിനിമം 9.5 മീറ്ററെങ്കിലും ഉള്ള പ്രോപ്പർട്ടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ 9.5 മീറ്ററെങ്കിലും വിട്ടുള്ള പ്രോപ്പർട്ടി എടുക്കാൻ വളരെ ശ്രദ്ധിക്കണം. 9.5 മീറ്ററിന് കൂടുതലുള്ള പ്രോപ്പർട്ടി നല്ലതാണ്. പക്ഷേ 3 സെൻറ്റോ അതിൽ താഴെയോ വരുന്ന പ്രോപ്പർട്ടികളാണെങ്കിൽ ഒരു 9.5 മുതൽ 12 വരെയൊക്കെ 12 മീറ്റർ വരെയൊക്കെ വീതിയുള്ള പ്രോപ്പർട്ടികളാണ് എടുക്കുന്നതാണ് നല്ലത്. അതായത് വീതിയേക്കാൾ കുറച്ച് നീളം, ബാക്കിലേക്കുള്ള നീളം കൂടിയ പ്രോപ്പർട്ടികളാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഏരിയ കൂടുതൽ ലഭിക്കുന്നതാണ്. വലിയ പ്രോപ്പർട്ടികൾ എടുക്കുമ്പോൾ അത് അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 5 സെൻറ്റ് 4 സെൻറ്റ് 3 സെൻറ്റ് തുടങ്ങിയ പ്രോപ്പർട്ടികളിലൊക്കെ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ 9.5 മീറ്ററിൽ ഒരിക്കലും കുറയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ പ്രോപ്പർട്ടി, അതായത് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലമാണോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ, അതുമൂലമുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്ന ഏരിയ ആണോ എന്നുള്ളത്, അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ബഹുനില, വലിയ ഉയർന്ന കെട്ടിടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ പ്രോപ്പർട്ടികൾ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എയർ പാസേജ് വളരെയധികം, എയർ സർക്കുലേഷൻ വളരെയധികം കുറഞ്ഞിരിക്കും അത്തരം സ്ഥലങ്ങളിൽ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം തൊട്ടടുത്ത പ്രോപ്പർട്ടിയിൽ വളരെ ഉയർന്ന ഒരു കെട്ടിടമാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ് നമ്മൾ വീട് പണിയാനായിട്ട് വാങ്ങിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് ഭാവിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പ്രോപ്പർട്ടി എന്തെങ്കിലും കൺവെൻഷൻ സെൻറ്ററുകളോ കല്യാണ മണ്ഡപങ്ങളോ അതല്ലെങ്കിൽ ആരാധനാലയങ്ങളോ അതുപോലെ ശ്മശാനങ്ങളോ അതുമല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ജനങ്ങൾ വന്നു പോകുന്ന എന്തെങ്കിലും സ്ഥലങ്ങളോ ആണോ എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം സ്ഥലങ്ങളിലുള്ള ജീവിതത്തിന് സ്വസ്ഥത വളരെയധികം കുറവായിരിക്കും. കാരണം തൊട്ടടുത്ത് തന്നെ ഒരുപാട് പബ്ലിക്കുകൾ വന്നു പോകുന്ന ഏരിയ ആയിരിക്കും. അതുകൊണ്ട് ഇതിന് നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു സ്വൈരമായിട്ടുള്ള ജീവിതത്തിന് അത് പിന്നീട് നമുക്ക് വളരെയധികം തടസ്സം സൃഷ്ടിക്കും.
ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തുള്ളത് പെട്രോൾ പമ്പോ ഗ്യാസ് ഗോഡൗണോ അതുമല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറിയോ സ്കൂളുകളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതെല്ലാം നമ്മളുടെ സ്വസ്ഥമായ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എയർപോർട്ടിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ എയർപോർട്ടിൻ്റെ ഏകദേശം 2 കിലോമീറ്ററോളം ചുറ്റളവിൽ നിർമ്മാണങ്ങൾക്ക് വളരെയധികം ലിമിറ്റേഷനുണ്ട്. അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട്. അതുപോലെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി, റെയിൽവേ ട്രാക്കിൽ നിന്നും ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 30-40 മീറ്ററോളം അടുത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. റെയിൽവേയുടെ അനുമതി ലഭിക്കാതെ വരും. പ്രത്യേകിച്ച് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ റെയിൽവേയുടെ NOC നമുക്ക് ലഭിക്കണം. അത് റെയിൽവേക്ക് ബോണ്ട് എഴുതി നമ്മൾ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ NOC ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ റെയിൽവേയുടെ അനുമതി ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതായത് ബോണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറയുന്നത് റെയിൽവേ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും അവരുടെ ഒരു എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും യാതൊരു തർക്കവും കൂടാതെ നമ്മളുടെ സ്വന്തം ചെലവിൽ ഈ ബിൽഡിംഗ് അവരാവശ്യപ്പെടുന്ന ഭാഗത്തുള്ള ബിൽഡിംഗ് നമ്മളുടെ സ്വന്തം ചെലവിൽ പൊളിച്ച് മാറ്റി കൊടുക്കാം എന്നാണ് എഴുതി കൊടുക്കുന്ന ബോണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അതുപോലെ അടുത്ത് കോറികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം വീടിന് പിന്നീട് ഡാമേജുകൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള ഒന്നാണ്. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോസ്റ്റൽ ഏരിയയോട് ചേർന്നുള്ള പ്രോപ്പർട്ടികൾ വാങ്ങുന്നത്. അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കോസ്റ്റൽ ഏരിയയുടെ 500 മീറ്റർ ഉള്ളിലുള്ള നിർമ്മാണങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. പലയിടത്തും അനുമതി ലഭിക്കാൻ തന്നെ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അതുപോലെ പ്രോപ്പർട്ടികൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് തൊട്ട് അഡ്ജസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ഫോറസ്റ്റോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് പ്രോപ്പർട്ടിയോ അതുമല്ലെങ്കിൽ പുഴയോ തോടോ കനാലോ അങ്ങനെയുള്ള പ്രോപ്പർട്ടിയുമായിട്ട് നമ്മളുടെ അഡ്ജസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതും വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഗവൺമെൻറ് പ്രോപ്പർട്ടിയോട് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടികളിൽ, അതായത് ഫോറസ്റ്റിനോടോ അതല്ലെങ്കിൽ കനാലിനോടോ അതുമല്ലെങ്കിൽ പുഴയോടോ തോടിനോടോ അതല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയോടോ ഒക്കെ ചേർന്ന് വരുന്ന സ്ഥലങ്ങളിൽ പുറംപോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക് ഈ പുറംപോക്കുകൾ കടന്നു കയറിയിട്ടുണ്ടാവാം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പിന്നീട് നമ്മളുടെ ഭൂമി നഷ്ടമാകുന്ന രീതിയിലേക്ക് അത് പോകുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ ഡോക്യുമെൻറ്റിൽ എന്തെല്ലാം, അതായത് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കാര്യമായിട്ട് പറയുന്നില്ല. എങ്കിലും ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടുത്ത് തന്നെ വേസ്റ്റ് ഡംപിങ് യാർഡുകൾ, അതായത് ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന സ്ഥലങ്ങളുണ്ടോ, വളരെ ബാഡ് സ്മെല്ല്, അതുപോലെ മലിനമായ ജലം, കിണർ കുത്തിയാൽ വളരെ മോശം ജലമായിരിക്കും നമുക്ക് ലഭിക്കുക. അത്തരം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാമാണ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രധാന വസ്തുതകൾ കൂടിയുണ്ട്. അത് ഈ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എങ്ങനെ വെരിഫൈ ചെയ്യണം, അത് ഏതെല്ലാം അതോറിറ്റികളിൽ നിന്നും നമ്മൾ അതിൻ്റെ ക്ലിയറൻസുകൾ വാങ്ങിക്കണം, അതുപോലെ അവിടെ വീട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ എത്രമാത്രം സുഗമമായി നടത്താൻ പറ്റും, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.